സിന്ദൂരരേഖ ഭാഗം 54. ഉണ്ണിയേട്ടാ, മനുവേട്ടനകത്തൊരു റൂമിൽ കയറി കതകടിച്ചിരിക്കുവാണ്. ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞതല്ലേ ഏട്ടൻ്റെ കൂടെ ഇരിക്കാൻ. ഞാൻ പോയതാണ് ഉണ്ണിയേട്ടാ, പക്ഷെ എന്നെ ശല്യം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് വേറെ മുറിയിൽ കയറി കതകടിച്ചു. അത് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണി അകത്തേക്ക് ഓടുമായിരുന്നു. ഏട്ടാ! ഉണ്ണി അവൻ കിടക്കുന്ന റൂമിൻ്റെ മുന്നിൽ വന്ന് ഒന്ന് രണ്ട് തവണ അവനെ തട്ടി വിളിച്ചു. എങ്കിലും അകത്തുനിന്ന് അവൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അത് കണ്ടതും അവൻ ഒരുതരം ദയനീയമായ മുഖത്തോടെയായിരുന്നു അമ്മാളുവിനെ തിരിഞ്ഞു നോക്കിയത്. ഏട്ടാ, പ്ലീസ് പ്ലീസ് ഓപ്പൺ ദ ഡോർ ഏട്ടാ! ഉണ്ണി കേഴുന്നത് പോലെ വിളിച്ചു പറഞ്ഞതും കുറച്ചു നേരത്തിന് ശേഷം മനു വന്ന് വാതിൽ തുറന്നു. നിനക്ക് എന്താ വേണ്ടത് ഉണ്ണി? അവനോടും ദേഷ്യത്തോടെ തന്നെയായിരുന്നു മനു സംസാരിച്ചത്. എല്ലാം കൂടി വന്നോളും ശല്യം ചെയ്യാനായിട്ട്. കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്ക്. അത് പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് അകത്ത് കട്ടിലിലേക്ക് കയറി കിടന്നു. ഏട്ടൻ ഈ തലവേദനയ്ക്കുള്ള മെഡിസിൻ കഴിക്ക്. അവൻ കയ്യിലിരിക്കുന്ന ഗുളികയും വെള്ളവും മനുവിൻ്റെ നേരെ നീട്ടി. അവനത് വാങ്ങാൻ വിസമ്മതിച്ചുവെങ്കിലും ഉണ്ണി നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവനത് കയ്യിലേക്ക് വാങ്ങി. അങ്ങനെയെങ്കിലും അവരെല്ലാം ഒന്ന് മുറിയിന്ന് പോട്ടേന്ന് കരുതി അവനത് കഴിക്കുകയും ചെയ്തു. മനു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി ഉണ്ണി പുറത്തേക്കിറങ്ങി. അമ്മാളു അപ്പോഴും മനുവിൻ്റെ കണ്ണിൽ പെടാതെ മുറിക്ക് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം വാതിൽ പതിയെ ചാരിക്കൊണ്ട് ഉണ്ണി പുറത്തേക്ക് വന്നു. അമ്മാളു അപ്പോഴും ഉണ്ണിയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, താൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു. എന്താ ഏട്ടത്തി ഉണ്ടായത്? ഉണ്ണി പുറത്തേക്കിറങ്ങി വന്നപ്പോൾ തന്നെ അമ്മാളുവിനോട് ചോദിച്ചു. എനിക്കറിയില്ല ഉണ്ണിയേട്ടാ. വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ മനുവേട്ടന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഇത് എന്ത് പറ്റിയതാണ്? ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ദേവനിലയത്തിലേക്ക് പോകുന്നത്. കാറിലാണ് വന്നത്. മനുവേട്ടനായിരുന്നു കാർ ഓടിച്ചത്. അന്നേരം വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ കാറിൽ കയറിയപ്പോൾ തന്നെ കിടന്നുറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ വരുന്ന വഴി നമ്മുടെ കിളിത്തോട് ജംഗ്ഷനില്ലേ, അവിടെ സിഗ്നലിൽ കിടന്ന നേരം പെട്ടെന്ന് ഒരുപാട് ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഞെട്ടി എണീക്കുന്നത്. അന്നേരം ഞാൻ നോക്കുമ്പോൾ ചുറ്റുമുള്ള വണ്ടികളൊക്കെ ബ്ലോക്കായി കിടന്നുകൊണ്ട് ഞങ്ങളുടെ കാറിലേക്ക് നോക്കി ഹോൺ അടിക്കുകയും ആളുകളൊക്കെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് തന്നെ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു. പെട്ടെന്ന് വണ്ടി എന്താണ് എടുക്കാത്തതെന്ന് ഞാൻ മനുവേട്ടനെ നോക്കിയപ്പോൾ മനുവേട്ടൻ തലയിൽ കൈവച്ച് എന്തോ വല്ലാത്ത വേദന സഹിക്കുന്നത് പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ വിളിച്ചു നോക്കിയിട്ട് അനങ്ങാതായപ്പോൾ ഞാൻ തന്നെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോന്നു. പക്ഷേ അന്നേരം മുതൽ എന്നോട് ഇങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല. തലവേദനയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ആകെ വല്ലാത്തൊരു പെരുമാറ്റവും. അമ്മാള് പറഞ്ഞതും ഒരു നിമിഷം ഉണ്ണിയൊന്നും മിണ്ടിയില്ല. ഏട്ടൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ ഏട്ടത്തി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഉണ്ണി തിരികെ പോയി കാറിൽ നിന്ന് അവൻ്റെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് വന്നു. അവൻ്റെ ഈ പെരുമാറ്റവും മനുവിൻ്റെ സ്വഭാവവും ഒക്കെ കൂടിയായതും അമ്മാളും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഉണ്ണിയാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നുമില്ല. മനുവിൻ്റെ അവസ്ഥ കണ്ടിട്ടാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുമില്ല. ഇനിയും പോയി മനുവിനെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി അവൾ മറ്റൊരു മുറിയിലേക്ക് കയറി കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ഇറങ്ങി. ഇന്ന് അമ്പലത്തിൽ അമ്മയ്ക്കുള്ള ചടങ്ങുകൾ മാത്രമാണുള്ളത് എന്ന് പറഞ്ഞിരുന്നു. നാളെ രാവിലെയാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇന്നിന് വേറെ ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മാൾ വെറുതെ ഇരുന്നു. രാത്രി കഴിക്കാനുള്ള ഫുഡ് ഉണ്ണി ഓർഡർ ചെയ്യുകയും ചെയ്തു. ആ വീട് രാത്രി മുഴുവൻ വല്ലാത്ത നിശബ്ദതയിലായിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. രാത്രി അമ്മ വിളിച്ചപ്പോഴും ഒന്നോ രണ്ടോ വാക്കിൽ മാത്രം മറുപടി പറഞ്ഞ് അമ്മാൾ ഫോൺ വെച്ചു. എടി ഏട്ടത്തി! വെറുതെ ടി വിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന അമ്മാളുവിൻ്റെ അടുത്തേക്ക് ഉണ്ണി വന്നിരുന്നോണ്ട് അവളെ വിളിച്ചു. ടി വിയിലേക്ക് നോക്കിയാണ് അവൾ ഇരിക്കുന്നതെങ്കിലും അവളുടെ ശ്രദ്ധ ഇവിടെയൊന്നുമല്ല എന്നത് ഉണ്ണിക്ക് മനസ്സിലായതാണ്. പക്ഷേ അവൻ അടുത്ത് വന്നിരുന്ന അവളെ വിളിച്ചപ്പോഴേക്കും അവൾ അവനെ ഒന്ന് നോക്കി. അവനും തന്നോടൊന്നും സംസാരിക്കുകയും എന്താണ് കാര്യമെന്ന് പറയാതിരിക്കുകയും ചെയ്തതും അവൾക്ക് അവനോടും ചെറിയ രീതിയിലൊരു ദേഷ്യവും പരിഭവവും തോന്നിയിരുന്നു. അതുകൊണ്ട് അവൻ വന്ന് വിളിച്ചിട്ടും അവളത് കാര്യമാക്കാതെ ടി വിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. എടി ഏട്ടത്തി, നീ എന്നോട് വഴക്കാണോ? അവളുടെ കയ്യിലൊന്ന് തോണ്ടിക്കൊണ്ട് ഉണ്ണി വീണ്ടും അവളോട് ചോദിച്ചു. വീണ്ടും അവൻ ചോദിക്കുന്നത് കേട്ടതും അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ടി വിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. അത് കണ്ടതും അവൻ മുന്നിൽ ടീപ്പോയിലിരിക്കുന്ന റിമോട്ട് എടുത്ത് ടി വി ഓഫ് ചെയ്ത് കളഞ്ഞു. ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നില്ലേ? അവനത് ഓഫ് ചെയ്ത് കഴിഞ്ഞതും അമ്മാളു അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു. നീ ചൂടാവല്ലേ? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? അല്പം ഗൗരവത്തിൽ തന്നെ ഉണ്ണി പറഞ്ഞതും അമ്മാളു എന്താണെന്ന രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഐ ഹാവ് ടു സേ സംതിങ് സീരിയസ് അബൌട്ട് ഹിം ടു യു ഏട്ടത്തി. അവൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ പറയാൻ പോകുന്നത് അത്രയും പ്രാധാന്യമേറിയ ഗൗരവമുള്ളതായ കാര്യമാണെന്ന് അമ്മാളുവിന് മനസ്സിലായിരുന്നു. എന്താ? അവൾ പോലും അറിയാതെ അവൾ അവനോട് ചോദിച്ചു പോയി. ഇന്ന് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള എന്തോ കണ്ടിട്ടുണ്ട്.
അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയൊരു തലവേദന വരേണ്ട കാര്യം അവനില്ല. ഉണ്ണി പറഞ്ഞതും അമ്മാളും അവനെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കി. ഏട്ടത്തി പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഉണ്ണി ചോദിച്ചതും അവൾ അതേന്ന രീതിയിൽ തലയാട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു വഴിയിൽ വെച്ച് ഏട്ടൻ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഏട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ ആകാറുണ്ട്. എ കൈൻഡ് ഓഫ് ട്രോമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കാണുമ്പോൾ മനസ്സാകെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. എല്ലാവരോടും ദേഷ്യമായിരിക്കും. പിന്നീട് ആരോടും സംസാരിക്കില്ല, ഒറ്റയ്ക്കിരിക്കും. തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് 2-3 ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന് കളയും. പക്ഷേ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ടാബ്ലറ്റ് ഒരെണ്ണം ഏട്ടന് കൊടുക്കണം. ഇത് സ്ലീപ്പിംഗ് പിൽസാണ്. ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണി അവൻ്റെ കയ്യിലിരുന്നിരുന്ന മരുന്ന് അവളുടെ കൈകളിലേക്ക് കൊടുത്തു. വിറയ്ക്കുന്ന കൈകളോടെയായിരുന്നു അമ്മാളും ആ മരുന്ന് വാങ്ങിയത്. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മൗനമായി തുടർന്നതല്ലാതെ ഉണ്ണി പറഞ്ഞതിന് മറുപടിയായി അവൾ തിരികെ ഒന്നും പറഞ്ഞില്ല. ഡോണ്ട് ബി സാഡ് ഏട്ടത്തി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. ഏട്ടത്തിക്ക് ഇത് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടാണ്. അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഉണ്ണി അവളെ സമാധാനിപ്പിക്കുമ്പോഴും അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നത് വേദന തന്നെയാണെന്ന് അമ്മാൾ ഒരു നോവോടെ തിരിച്ചറിഞ്ഞു. രാത്രിയിലെ ഭക്ഷണം കഴിക്കാനൊന്നും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. വാങ്ങിച്ച ഭക്ഷണം അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് അമ്മാൾ മുറിയിലേക്ക് വന്ന് കിടന്നു. ഉണ്ണിയും അങ്ങനെ തന്നെയായിരുന്നു. അവനും ഭക്ഷണമൊന്നും കഴിച്ചില്ല. നാളെ രാവിലെ 6 മണിക്ക് അമ്പലത്തിലേക്ക് എത്തണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനി മനു എങ്ങാനും ഉറങ്ങുവാണെങ്കിൽ അവനെ വിളിച്ചുണർത്തിക്കൊണ്ട് പോകണ്ടെന്ന് തന്നെ അമ്മാളും ഉണ്ണിയും തീരുമാനിച്ചു. പിറ്റേ ദിവസം 4 മണിക്ക് അലാറം വെച്ച് ഉറങ്ങിയത് കൊണ്ട് തന്നെ അലാറം അടിച്ചപ്പോൾ തന്നെ അമ്മാളും എഴുന്നേറ്റു. വേറെ ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് കയറി. അടുക്കളയിലേക്ക് പോകുന്നത് വഴി അവൾ മനു കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി. അവനിപ്പോഴും സമാധാനമായിട്ട് കിടന്നുറങ്ങുക തന്നെയാണ്. കൂടുതൽ അവനെ നോക്കി നിൽക്കാനോ അവനെ ശല്യം ചെയ്യാനോ നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി അവൾ എല്ലാവർക്കും വേണ്ടിയുള്ള ചായ ഉണ്ടാക്കി വെച്ചു. ഇന്നലെ രാത്രി വാങ്ങിയ ചപ്പാത്തിയും കറിയും ഒക്കെ ബാക്കിയിരിക്കുന്നുണ്ട്. അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആർക്കെങ്കിലും വിശക്കുവാണെങ്കിൽ അത് തന്നെ കഴിക്കാമെന്ന് കരുതി അവൾ ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ പുറത്തേക്ക് വെച്ച് അതെല്ലാം ചൂടാക്കി. അപ്പോഴേക്കും അടുക്കളയിൽ അനക്കം അറിഞ്ഞുകൊണ്ട് ഉണ്ണിയും എഴുന്നേറ്റു. ഏട്ടത്തി നേരത്തെ ഉണർന്നോ? സമയം 4:30 ആവുന്നതല്ലേ ഉള്ളൂ. കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായില്ല. അതുകൊണ്ട് അലാറം അടിച്ചപ്പോൾ തന്നെ വേഗം എഴുന്നേറ്റു. അതിന് ഉണ്ണി ഒന്ന് മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അവനുള്ള ചായ കപ്പിലേക്ക് പകർന്ന് അവന് നേരെ നീട്ടി. ഏട്ടൻ ഉണർന്നിട്ടില്ലല്ലേ? ഉണ്ണി ചോദിച്ചതും അതിന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന രീതിയിൽ തലയനക്കി. ഏട്ടത്തി എന്തായാലും കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ നോക്കിക്കോളൂ. ഞാൻ അങ്ങോട്ടാക്കിത്തരാം. ഏട്ടൻ ചിലപ്പോൾ ഇപ്പോഴൊന്നും ഉണരുമെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ ഇരുന്നോളാം. നമ്മൾ ആരും അങ്ങോട്ട് പോകാതിരുന്നാൽ അവർക്കതൊരു അനിഷ്ടമാവണ്ട. ഉണ്ണി പറഞ്ഞതും അവൾ അതും തലയാട്ടി സമ്മതിച്ചു. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വെറുതെ എന്തിനാ അവനെ ശല്യപ്പെടുത്താനായിട്ട് ഇവിടെ അവൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് അമ്മാളും അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനായി മുറിയിലേക്ക് പോയി. അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവളാകെ വിയർത്തിരിക്കുമായിരുന്നു. അവൾ നേരെ വന്ന് ഡ്രസ്സ് എടുക്കാനായി കയറി. മനസ്സിനാകെ ചൂടാണെങ്കിൽ പോലും ചെറിയ തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവളുടെ ശരീരം ഒന്ന് കുളിർന്നു വന്നു. ഇന്നലെ രാത്രിയും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കുറേ നേരം ഉറക്കളച്ച് കുറേ നേരം വെറുതെ ഇരുന്ന് കരഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾക്കും ചെറിയ രീതിയിൽ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇന്നലെ തന്നെ സാരി ഉടുക്കാമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. എങ്കിലും മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എങ്കിലും കൊണ്ടുവന്നിരുന്ന ബാഗിൽ നിന്ന് അവൾ ഉടുക്കാൻ തീരുമാനിച്ചിരുന്ന കേരള സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉന്മേഷം തോന്നുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. എല്ലാത്തിനോടും ആകെ ഒരു മടുപ്പ് പോലെ. സംസ്കൃതി, വെയർസ് മൈ ബാഗ്? പെട്ടെന്നാണ് മുറിയുടെ വാതിൽക്കൽ നിന്നും അവൻ്റെ ശബ്ദം. ഞെട്ടലോടെ അമ്മാളു വാതിൽക്കലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അവൻ നിൽക്കുന്നത് കണ്ടതും ഒരു നിമിഷം കൊണ്ട് അമ്മാളുവിൻ്റെ കണ്ണുകൾ വിടർന്നു പോയി. കുളിയൊക്കെ കഴിഞ്ഞാണ് അവൻ വന്നിരിക്കുന്നത്. അതോർത്തു നിന്നപ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് അവളുടെ മനസ്സിലേക്ക് അവൻ തന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. സന്തോഷത്തോടെ വിടർന്നു വന്ന അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് മങ്ങിപ്പോയി. അത് കട്ടിലിൻ്റെ അരികിലായിട്ടിരിക്കുന്നുണ്ട്. അവൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് അവൾ സാരി എടുത്ത് പുറത്തേക്ക് വെച്ചു. ബാഗ് എടുത്ത് അവൻ അതിൽ നിന്ന് എന്തൊക്കെയോ തിരയുന്നത് അമ്മാള് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ എന്നൊരാൾ അവിടെ ഇല്ലാത്ത രീതിയിൽ അവൾ ഭാവിച്ചു. അപ്പോഴും തന്നോടുള്ള അവളുടെ ഈ അവഗണനയോടെയുള്ള പെരുമാറ്റം മനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.